ഓണം വന്നു കഴിഞ്ഞാൽ ഓണ വിഭവങ്ങളും ഓണസദ്യയും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വേണ്ടി അതിസ്വാദേറിയ ഓണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഒരു അതിഥിയുണ്ട്. ആ അതിഥി ആരാണെന്ന് പറയാം, പക്ഷെ അതൊരു സസ്പെൻസ് ആണ്. അതിനുമ്പോൾ നമുക്ക് പുള്ളിയെ ഒന്ന് വിളിക്കാം. എത്തിയോ? താമസിച്ചല്ലോ, കുറച്ച് താമസിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ നമ്മുടെ അതിഥി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള ആംഗ്രി ഷെഫാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശരിക്കും ജോൺ ടൈസൺ എന്നാണ് അല്ലേ? അതെ. എങ്ങനെയാണ് ഈ ഷെഫ് ജോൺ ടൈസൺ ആംഗ്രി ഷെഫിലേക്ക് വന്നത്? അത് ഓക്കെ, സ്വഭാവം ഞാൻ കുറച്ച് ചൂടായിരുന്നു. മീൻസ് ഞാൻ പെട്ടെന്ന് ഹൈ ടെമ്പർ ഷോർട്ട് ടെമ്പറുള്ള ആളായിരുന്നു. പെട്ടെന്ന് ചൂടായിരുന്നു. അപ്പൊ കിച്ചണിൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പൊ എങ്ങനെ ഒരു പേര് വന്നു ഞാൻ കൊള്ളാം ആംഗ്രി ഷെഫ്, കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പൊ അങ്ങനെ ആ പേര് ഞാൻ എടുത്തു, ഞാനൊരു ടാറ്റു ചെയ്തു. ഞാൻ അങ്ങനെ ആംഗ്രി ഷെഫ് എന്നുള്ള പേര് ആക്ച്വലി ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നൊരു പേരാണ് ആംഗ്രി ഷെഫ് എന്നുള്ളത്. പറഞ്ഞില്ല, ഏതൊരു ഷെഫിന്റെയും അൾട്ടിമേറ്റ് ഡ്രീം എന്നുള്ളത് ഒരു സ്വന്തം റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആംഗ്രി ഷെഫ് കിച്ചൺ ഈ ഭാവിയിൽ എപ്പോഴും തുടങ്ങുമ്പോഴേക്കും ഇടാം എന്ന് പറഞ്ഞിട്ട് അന്നേ വെച്ചൊരു പേരാണ്. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതും പിന്നെ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. അപ്പം ഇദ്ദേഹം നമുക്ക് ഇന്നൊരു ഒരു കുഞ്ഞു ഓണസദ്യ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനാണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്തോണ്ട് സംസാരിക്കാം. ലേറ്റ് ആയിട്ടുണ്ട്, അതെ, അല്ലെങ്കിൽ പണിയാണ്. അപ്പൊ കട്ട് ചെയ്തോണ്ട് സംസാരിക്കാം. അതെ അതെ. അല്ല, എനിക്ക് എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് പേടിയ കൈ, എന്തായാലും നിങ്ങളുടെ കൈയൊന്നും മുറിയില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയ ടെൻഷൻ. എന്നാലും ഓക്കെ. ഈ എങ്ങനെയാണ് ഈ ഷെഫുമാർക്കെല്ലാം ഒരു കഥ ഉണ്ടാവും, അതായത് ഷെഫ് ആയ ഒരു കഥ ഉണ്ടാവും. എങ്ങനെയാണ് താങ്കളുടെ കഥ? ഓക്കെ, ഞാൻ ഷെഫ് അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിൽ വരാൻ വേണ്ടി ഞാൻ ഷെഫായിരുന്നു. അതാണ് സത്യം. ഒരു പരിധി വരെ എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ, എൻ്റെ ഫാദർ, പുള്ളി ഹോട്ടൽ ഫീൽഡായിരുന്നു. പുള്ളി പഠിച്ചിട്ടൊന്നും ഷെഫായതല്ല, ബട്ട് വന്ന് പെട്ടത് ഹോട്ടലായതുകൊണ്ട് പുള്ളി ഹോട്ടലിലായ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഹിൽട്ടണിലായിരുന്നു ദുബായിൽ. അപ്പോൾ അപ്പച്ചൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ചേട്ടനും സെയിം ഫീൽഡ് പഠിച്ചു. ചേട്ടനും വന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ദുബായിലേക്ക് ഒന്ന് എത്തിപ്പെടണം എന്ന രീതിയിൽ ഞാനാണ് ഈ കോഴ്സ് പഠിച്ചത്. പക്ഷേ നമ്മളെന്തായാലും കൊണ്ടുപോകല്ലോ, 2 രൂപ ഉള്ളപ്പോഴേക്കും കൊണ്ടുപോകുന്ന രീതിയിലാണ് പഠിച്ചത്. ബട്ട് അവരാരും എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുവന്നത് എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഇവിടെ എത്തിയത്. അങ്ങനെ പാഷനായിട്ട് പഠിച്ചതല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കൂടിയിട്ട് ഞാൻ കുക്കിംഗ് ആയിരുന്നില്ല, മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ബുച്ചറി ആയിരുന്നു. കട്ടിങ്, മീറ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. പിന്നെ ആഫ്റ്റർവേർഡ്സ് വന്നെത്തിയത് ഇവിടെയാണെന്നുള്ളൂ. പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ ഞാൻ 100% കൊടുത്ത് പഠിച്ചെടുത്തു. എവിടെയാ പഠിച്ചത്? ഞാൻ പഠിച്ച നാട്ടിൽ തന്നെ ആയിരുന്നു. ചെറിയൊരു FCA എന്ന് പറയും, ഫുഡ് ക്രാഫ്റ്റ്, കളമശ്ശേരിയിൽ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. ചെറിയൊരു കോഴ്സ്, ഒരു 9 months കോഴ്സ് ആയിട്ടുള്ളൊരു വളരെ സാധാരണ കോഴ്സ്. ഒരു ടൈമിൽ നമുക്ക് ഈ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് ഭയങ്കര ബൂമായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ഹോട്ടൽ മാനേജ്മെന്റിലേക്ക് പോവുക, ഷെഫ് ആവുക, പുറത്ത് പോയി പറഞ്ഞ കണക്ക് ഷെഫ് പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക് പോവുക എന്നുള്ള ഒരു ആംബിഷനാണ് എല്ലാവർക്കും. അപ്പൊ അതിലും പെട്ട ഒരാളാണ് താങ്കളും. അതിന്റെ വേണമെങ്കിൽ അതിന്റെ ലാസ്റ്റിൽ ഈ ബൂം തീരുന്ന ഒരു കാലഘട്ടങ്ങളിലായിരിക്കും ഞാൻ ഇതിലേക്ക് കടന്നു തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വരാനുള്ള ഒരു ഇതുകൊണ്ട് ഓപ്ഷൻ മാത്രമായിരുന്നു എനിക്കിത്. കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പം അച്ഛൻ ഷെഫാണ്, അനിയൻ ചേട്ടൻ ഷെഫാണ്, ഷെഫ് കുടുംബമാണ്, അങ്ങനെ പറയാം. ഓക്കെ. ഈ നമ്മൾ ഈ ദുബായിലേക്ക് വന്നു കഴിഞ്ഞു, പിന്നീട് ഷെഫായി. അതിനുശേഷം ഈ ആംഗ്രി ഷെഫ് എന്ന് പറയുന്ന ഒരു സമൂഹ മാധ്യമത്തിൽ വൈറലായ ഷെഫ് ആയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു വീഡിയോ ജനിച്ചത്? എങ്ങനെയാണ് അത് പറയുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അൾട്ടിമേറ്റ് ഡ്രീം. നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇന്ന് പോയിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ആരും ഒന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം എന്ന രീതിയിൽ ഞാനൊരു 5 വർഷം മുമ്പ് ഇങ്ങനെ ചെറിയൊരു നമ്മൾ അറിയണം, ആൾക്കാർ അറിഞ്ഞാൽ മാത്രമേ എനിക്കൊരു പിന്നീട് ഒരു ബിസിനസ് ഉണ്ടാവുന്ന ഒരു ഇതുകൊണ്ടാണ് ആംഗ്രി ഷെഫ് എന്ന പേജ് ഒരു യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് ആരും കണ്ടില്ല, ഞാനും എൻ്റെ വീട്ടുകാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ പോയി. പിന്നെ എല്ലാവരും കൊറോണയിലാണ് സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായത്. എല്ലാവരും പോലും ഞാനും ആക്റ്റീവായി. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ കുറച്ച് പേരൊക്കെ തിരിച്ചറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെയാണ് യു എയിൽ എത്തിയപ്പോഴേക്കും, യു എയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടിക്ടോക്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും അത് അത്യാവശ്യം ഒന്ന് ക്ലിക്കായി, ആൾക്കാർ കാണാൻ തുടങ്ങി. അപ്പോഴും ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു, ടിക്ടോക്ക് എന്ന് അറിയാമല്ലോ, യു എയിൽ മാത്രം ആൾക്കാർ, GCC മാത്രം ആൾക്കാർ കാണുന്നുള്ളൂ. വൈഫ് എപ്പോഴും പറയുമായിരുന്നു ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു അബദ്ധവശാലെടുത്ത വീഡിയോ ആണ്. ഞാനൊരു ഫുഡ് കുക്ക് ചെയ്യുമ്പോഴേക്കും ഈ കട്ട് ചെയ്യുന്നതിന് ഒരു ടെക്നിക്കുണ്ട്. അപ്പോൾ ആ ടെക്നിക്ക് കാണിച്ചിട്ടാണ്, ആ വീഡിയോ ആണ് ഞാൻ പോലും അറിയാതെ ഒന്ന് ആൾക്കാർ കണ്ടതും. ഒരു ഓൾമോസ്റ്റ് 1.5 million എന്തോ ആള് വന്നു കണ്ടു. അങ്ങനെ അതൊന്ന് ക്ലിക്കായി, ഫോളോവേഴ്സ് വന്നു, പിന്നെ ചെയ്തു തുടങ്ങി.
ഈ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയുന്നത്. എനിക്കൊന്ന് താങ്കൾ ഇപ്പം ഞാൻ നേരത്തെ വന്നു കയറിയപ്പോൾ തന്നെ എന്നെ സ്വാഗതം ചെയ്തത് ആ ഒരു താങ്കളുടെ ഒരു സിഗ്നേച്ചർ അതും പകുതിക്ക് വന്നതാണ്. അതൊന്ന് സ്റ്റാർട്ട് ഞാൻ എല്ലാവരും തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിച്ചിരുന്നത്. ഞാൻ തുടങ്ങുമ്പോൾ ഞാനാണെങ്കിലും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്, അതിന് കായ വേണം, പരിപ്പ് വേണം എന്ന് തുടങ്ങിയിരുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും മനസ്സിലായത് അതങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ എന്താണോ, ഞാൻ റോ ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം, ഞാനെന്നല്ല എല്ലാവരും. ഞാനിപ്പോൾ എൻ്റെ ഒരു ഭാഷ വരുന്നത് കൊച്ചി ബേസ് ആയിട്ടുള്ള ഒരു സംസാരമാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളതാണ് പിന്നെ ഞാൻ പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർക്ക് ആദ്യമൊക്കെ കുറച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ പാടായിരുന്നെങ്കിലും പിന്നെ ആൾക്കാർ ഓക്കെ അങ്ങനെ ആ പിന്നെ അത് സ്റ്റൈലെന്നല്ല, നമ്മളെന്താണോ അങ്ങനെ തന്നെ കാണിക്കുക എന്നുള്ളതാണ്. കരിഞ്ഞു പോയാൽ ഫുഡ് കരിഞ്ഞു പോയി, അതല്ല ഇങ്ങനെ ആയാൽ അങ്ങനെ ഒന്നും പറഞ്ഞു വരുന്നില്ല. എന്താണോ അത് കാണിക്കുക. നമ്മൾ ഏതൊരു കരിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നിമിത്തമാകുന്ന ഒരു വ്യക്തി ഉണ്ടാവും. താങ്കളുടെ കരിയറിൽ അങ്ങനെയുള്ള വ്യക്തി ആരാണ്? അങ്ങനെ ഒരാളെന്ന് പറയാനല്ല, ഒരു 2-3 പേരെ പറയേണ്ടി വരും അങ്ങനെ പറയുകയാണെങ്കിൽ. ഇപ്പം നാട്ടിൽ ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒരു പ്രശാന്ത് എന്നൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി ഒരു നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തത്. തുടങ്ങിയ സമയത്ത് അറിയാമല്ലോ, ഈ ഹോട്ടൽ ഫീൽഡിൻ്റെ ഫസ്റ്റത്തെ ഒരു 4-5 വർഷം നല്ല കഷ്ടപ്പെടാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പ്രശാന്ത് ചേട്ടൻ. അതിന് അജീഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. പുള്ളിയാണ് നമ്മൾ ആദ്യം കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചത്. ഈ ട്രെയിനിങ് സമയത്ത് നമ്മൾ പഠിപ്പിച്ചത് പുള്ളിയാണ്. പുള്ളി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഷെഫ് ആൻഡ്രി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഹോട്ട് കിച്ചണിലേക്ക്, അതിന് ബുച്ചറി വിട്ടിട്ട് ഹോട്ട് കിച്ചണിലേക്ക് വരാനുള്ള കാരണം ഒരു അയർലാൻഡുകാരൻ ഷെഫ് ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞിട്ടാണ് ആക്ച്വലി കിച്ചണിലേക്ക് വരുന്നത്, നീ കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹോട്ട് കിച്ചണിലേക്ക് മാറുമെന്ന് പറഞ്ഞിട്ട്. അതുവരെ എനിക്ക് ബുച്ചറി ആയിരുന്നു ഇഷ്ടം. കാരണം ഈ ഫുഡ് ഇൻഡസ്ട്രി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് തന്നെ അത് നാളെ ആകുമ്പോഴേക്ക് വേറെ രീതിയൊക്കെ മാറാം, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് മീറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ചിക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ 2 ചിറകും 2 ബ്രസ്റ്റ് ഇതും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മൊത്തം ജോലിയാണ്. അതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുച്ചറി തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നത്. ഈ പുള്ളി വന്നു ഹോട്ട് കിച്ചണിലേക്ക് മാറാൻ പറഞ്ഞു, അങ്ങനെ മാറി അവിടുന്ന് പഠിച്ചു. ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ഇപ്പോൾ ഇവിടം വരെ എത്തി. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഈ ഷെഫിന് ഭർത്താക്കന്മാരായിട്ട് കിട്ടുന്ന ഭാര്യമാർ ഭയങ്കര ഭാഗ്യവതികളാണ്. താങ്കളുടെ ഭാര്യ എത്രത്തോളം ഭാഗ്യവതിയാണ്? അത് ഭാര്യയോട് ചോദിക്കണം. സംഭവം എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഫുഡിനെ പറ്റി കൂടുതൽ അറിയുമ്പോഴേക്കും കുറ്റം പറയുന്നത് എളുപ്പമാണ് അല്ലേ? ഇപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല, എനിക്ക് ഫുഡിനെ പറ്റി അറിയാൻ പാടില്ല. ഭാര്യ എന്തെങ്കിലും തന്നാലും എനിക്കത് ഓക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല ഫുഡിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മളത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യും. അപ്പോൾ ഭാര്യ എന്നല്ല, ആര് കുക്ക് ചെയ്താലും നമ്മൾ കാണുന്നത് ഒരു ഷെഫിൻ്റെ കണ്ണിലൂടെ ആയിരിക്കും. എന്തുകൊണ്ട് ആ പെർഫെക്ഷൻ വന്നില്ല, കട്ട് ചെയ്തതിന് എന്താണ് പെർഫെക്ഷൻ ഇല്ലാത്തത്. അപ്പോൾ അതൊരു അനുഗ്രഹവും അതിൻ്റെ അപ്പുറത്തെ ശാപമാണെന്ന് പറയാം. അപ്പം കൂടുതലും ഭാര്യ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് വീട്ടിൽ കൂടുതലും കുക്ക് ചെയ്യുന്നത് വൈഫ് അല്ലെങ്കിൽ മമ്മി കുക്ക് ചെയ്യും. ഞാൻ വീക്കെൻഡിൽ ഞാൻ കുക്ക് ചെയ്യാം. എന്തായാലും വീക്കെൻഡിൽ എൻ്റെ ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുക, നേരം മാർക്കറ്റിൽ പോവുക. അത് മാർക്കറ്റിൽ ചെന്ന് അല്ലെങ്കിൽ നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്ത് ഈ സാധനം മേടിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ അതെൻ്റെ ഒരു ഹോബി പോലെയാണ്. രാവിലെ പോയി കുറേ മീൻ മേടിക്കുക, അവിടെ കൊണ്ടുവരിക, ഇവിടെ നിന്ന് നമ്മളെ കൂടെ കട്ട് ചെയ്ത് ആവശ്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് അത് കയറ്റി വെക്കുക. എന്നിട്ട് അതിനുശേഷം കുക്ക് ചെയ്യുക, ഉച്ചയ്ക്ക് നല്ലോണം ഭക്ഷണം കഴിക്കുക, നല്ലോണം കിടന്നുറങ്ങുക. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാവും. അതായത് ഏത് സമയത്ത് കിട്ടിയാലും രാത്രിയോ പകലോ എപ്പോഴും ആയിക്കോട്ടെ, നമ്മൾ നോ പറയാത്തൊരു വിഭവം ഉണ്ടാവും. അതേതാണ്? ഒരിക്കലും ഞാൻ നോ പറയാത്തത് ഒന്ന് പുട്ടും ബീഫും, പുട്ട് ഇറച്ചിക്കറി, പിന്നെ മീൻകറി ചോറും. ഇതിപ്പോൾ രാത്രി 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും എപ്പോൾ തന്നാലും ഞാൻ കഴിക്കും. എത്ര പേര് നിറഞ്ഞാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എപ്പോഴും കഴിക്കാൻ പറ്റും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കഴിക്കാം, ഒരു പിടി എന്തായാലും കഴിക്കാൻ ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും. ഈ അച്ഛനും ഷെഫ്, ജ്യേഷ്ഠനും ഷെഫ്, താങ്കളും ഷെഫാണെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ അച്ഛന്റെ ഭാഗത്ത് നിന്നുമുള്ള അഡ്വൈസ് എന്തെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ അപ്പച്ചൻ ഇവിടെ വന്നിട്ട് സാഹചര്യം കൊണ്ട് പഠിച്ച് ഷെഫായതാണ്, അല്ലാതെ അതിൻ്റെ ഒരു ഇതായിരുന്നില്ല. പുള്ളി ഹോട്ടലിൽ വർക്ക് ചെയ്ത ഷെഫ് ആണെങ്കിൽ കൂടി ആ ഒരു സാഹചര്യം പുള്ളി എത്തിച്ചാണ്. അങ്ങനെ ഒരിക്കലും ഒന്നും അങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ ജോലി എടുക്കാൻ നല്ലതാണ്. നമ്മൾ ഈ നാവിൻ്റെ രുചി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെയാണ് താങ്കളുടെ ഒരു നാവിൻ്റെ രുചി? അങ്ങനത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച്. ചിലർ പറയും സ്മോക്ക് ചെയ്യാൻ പാടുന്നു, അങ്ങനെ ഞാൻ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യാറില്ല. ബട്ട് വേറെ പ്രത്യേകിച്ച് പ്രോസസ് ഞാൻ ചെയ്യാറില്ല. ആസ് നോർമൽ എല്ലാം കഴിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യം ഇവിടെ പരമാവധി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഈ നോട്ട് ഓൺലി ഇന്ത്യൻ ക്യൂസിൻ, യൂറോപ്യൻ അല്ലാതെ അല്ലെങ്കിലും എന്ത് കിട്ടിയാലും
ഇപ്പോൾ ഒരു ആഫ്രിക്കൻ ഫുഡ് ആണെങ്കിലും ഒരു ഫിലിപ്പിനോ ഫുഡ് ആണെങ്കിലും എന്ത് കിട്ടിയാലും കഴിക്കാൻ നോക്കും. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ നമുക്ക് ആ ടേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഡിഷ് ആണെങ്കിൽ അതിൻ്റെ ഫ്ലേവറിൽ നമുക്കൊരു റെസിപ്പി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. ഈ റെസിപ്പി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് താങ്കളുടെ, എങ്ങനെയാണത്? അല്ല, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഡിഷ് ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഏതൊരു ഭക്ഷണം കഴിച്ചു, നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രീതിയിലേക്ക് നമുക്ക് എങ്ങനെയാണ് വേണ്ട രീതിയിലേക്ക് മാറ്റാൻ നോക്കും. ഇപ്പോൾ ഒരു ഹോട്ടൽ പർപ്പസ് ആണ്, നമുക്ക് ഹോട്ടലിൽ സെർവ് ചെയ്യാനാണെങ്കിൽ അതിന് അറിയാലോ അവിടെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വേറെ ആയിരിക്കും. ആ ടേസ്റ്റ് മാത്രം എടുക്കാൻ നോക്കും. നമ്മൾ മീൻ കറി എന്നൊരു ഡിഷ് ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഫിഷ്, അതിൻ്റെ ഫ്ലേവേഴ്സ്, അപ്പോൾ ആ സെയിം ലെവൽ ഓഫ് സ്പൈസസ് വേണ്ടി വരില്ല. ആ ഫ്ലേവേഴ്സ് മാത്രം കൊണ്ടിട്ട് ഇൻസ്പയർ ചെയ്ത് ഡിഷ് ഉണ്ടാക്കുക. നമ്മൾ പറയും ഈ ചുക്കില്ലാത്ത കഷായം ഉണ്ടാവില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഈ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാ ഡിഷിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണ്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓരോ ഡിഷിനും ഓരോ ഇതുപോലെ ഒരു അങ്ങനെ ഒരു സാധനം എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഉപ്പായിരിക്കും, അങ്ങനെയാണ് അങ്ങനെ പറയുവാണെങ്കിൽ. ബട്ട് ഉപ്പല്ലാത്ത നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കിയാൽ കൂടി അതിന് 1 pinch of salt നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ പറയുവാണെങ്കിൽ എല്ലാത്തിനും വേരീസ്. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഹോട്ടലിലാണെങ്കിൽ ഞാൻ കൂടുതലും എനിക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻറ്റ് ലൈം, കൊറിയാണ്ടർ, ഗ്രീൻ ആപ്പിൾ, ഇതൊക്കെ ഞാനൊരു റെസിപ്പി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എല്ലാത്തിലും വരുന്ന സാധനങ്ങളാണ് ഈ ഒരു 4-5 ഐറ്റം ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ എങ്ങനെ വേണ്ടെന്ന് അവോയ്ഡ് ചെയ്താലും ഫൈനലിൽ വരുമ്പോഴേക്കും ഇത് എവിടെയെങ്കിലും ഉണ്ടാവും. അതുപോലെ ടൂൾസ്, നേരത്തെ പറഞ്ഞ ടൂൾസ് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ് കുറച്ചും കൂടെ വൈറലായിരുന്നത്. അപ്പോൾ ടൂൾസ് നമുക്ക് ഷെഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് താങ്കളുടെ ഒരു ടൂൾസ്, ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടൂള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? അത് ആക്ച്വലി പറഞ്ഞില്ലേ, ഷെഫ് നൈഫ് തന്നെയാണ്. ഒരു 14-inch ഷെഫ് നൈഫ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ഷെഫ് ആകുമ്പോഴേക്കും പേഴ്സണലായിട്ടുള്ളൊരു എന്താ പറയുക, ഇത് നമ്മളെ കൈയുമായിട്ട് ഇണങ്ങി, അല്ലെങ്കിൽ കൈക്ക് അറിയാം, അല്ലെങ്കിൽ നൈഫിന് അറിയാം, നമ്മളാണ് ആ ഒരു രീതിയിലാണുള്ള കണക്ഷൻ. ഭയങ്കര പറയുമ്പോഴേക്ക് ഇതായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതൊരു സത്യത്തിനുള്ള കാര്യമാണ്. ഇതിപ്പോൾ എത്ര വർഷമായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇത് ഞാനൊരു 3 years ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലോബൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ചില നൈഫ് ഓൾമോസ്റ്റ് ഒരു 10-12 വർഷം നൈഫ് എൻ്റെ കയ്യിലുണ്ട് ബാഗിൽ. അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഇമോഷണൽ അറ്റാച്ച്മെന്റ് അങ്ങനെയാണ്. ഈ ഒരു സൈസ് നൈഫ് എല്ലാ ഷെഫും മസ്റ്റായിട്ടും ക്യാരി ചെയ്യേണ്ട ഒരു നൈഫാണ്. ഇത് ഓൾ പർപ്പസ് നൈഫാണ്. ഇതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. കറിക്ക് അരിയാണെങ്കിലും ബീഫാണെങ്കിലും മീറ്റ് എന്തും കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നൈഫാണ്. നമ്മൾ ഈ നൈഫ് തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഷെഫ് ആണെന്നാണെങ്കിൽ പുള്ളി തിരഞ്ഞെടുക്കുമ്പോഴേക്കും അവർ ഫസ്റ്റ് ഒരു 3 നൈഫ് ഷെഫ് കയ്യിൽ വെക്കണം എന്നാണ് പറയാം. ബേസിക് ആയിട്ടുള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒരു 3 നൈഫ് മേടിക്കണം എന്നാണ് പറയുന്നത്. അത് 3 നൈഫ് കൊണ്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഈ കാണുന്ന നൈഫ്. നമ്മൾ ആദ്യം മേടിക്കേണ്ടത് പൈസ ഉണ്ടെങ്കിൽ ഫസ്റ്റ് മേടിക്കുന്ന നൈഫ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ നമുക്ക് എല്ലാത്തിനും കൂടി പീൽ ചെയ്യാനൊക്കെ പറ്റുന്ന ചെറിയ നൈഫ് മേടിക്കണം. പിന്നെ ബ്രെഡ് കട്ടിയാൻ വേണ്ടി ഒരു നൈഫ്, ഒരു ഷാർപ്പിംഗ് റോഡ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും ചെയ്യാം. പിന്നെ ബാക്കിയെല്ലാം അധികം പറ്റാണ്. പിന്നെ നമുക്ക് പറയല്ലോ, ഒരു നമ്മുടെ കളക്ഷൻ പോലെ നമ്മൾ വാങ്ങി സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു സന്തോഷം. ഈ സോഷ്യൽ മീഡിയ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന വീഡിയോസ് ഉണ്ട്. പച്ചക്കറി അരിയുന്ന രീതി, അത് ഇനി കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ പച്ചക്കറികൾക്കും അരിയേണ്ടതായിട്ടുള്ള ഒരു രീതി അതെങ്ങനെ ഇപ്പൊ നമ്മൾ അറിയാത്ത ഒരാൾക്ക് ഒരു പക്ഷേ അതെങ്ങനെ അറിയണമെന്ന് അറിയില്ല. അപ്പൊ അതിൽ എന്ത് വ്യത്യാസമാണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഓണിയൻ. ഇപ്പോൾ ഓണിയൻ ലെങ്ത് വൈസ് കട്ട് ചെയ്താലും ക്രോസ് വൈസ് കട്ട് ചെയ്താലും രണ്ടിൻ്റെയും അത് കുക്ക് ചെയ്യുന്ന ഒരു ടൈം അല്ലെങ്കിൽ ടൈം പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ ഇന്ത്യൻ ഫുഡ് എല്ലാത്തിലും വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്. ഈ സെയിം ഇൻഗ്രീഡിയൻറ്റും സെയിം ഓൾമോസ്റ്റ് സിമിലർ സ്പൈസസ് ഉപയോഗിക്കുന്നത്. ബട്ട് ഫൈനൽ ടേസ്റ്റ് വേറെ വേറെ ആയിരിക്കും. അതിൻ്റെ മെയിൻ ഒരു കാര്യം ഓണിയനാണ്. ഓണിയൻ നമ്മൾ ഏത് ലെവലിൽ കുക്ക് ചെയ്യുന്നുള്ളതാണ്. ഓണിയൻ നമ്മൾ തിക്കായിട്ട് കട്ട് ചെയ്ത് ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്ത ഓണിയൻ ഒരു ഫ്ലേവർ, തിന്നായിട്ട് കട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത ഒരു ഫ്ലേവർ, അതിനെ കുറച്ചുകൂടെ ബ്രൗൺ ആക്കിയതിൻ്റെ ഫ്ലേവർ മാറും, ഫ്രൈ ചെയ്തതിൻ്റെ ഫ്ലേവർ വേറെ ആയിരിക്കും. അപ്പോൾ ഈ കട്ടിങ് അതൊരു മാറ്റർ തന്നെയാണ്. കട്ടിങ്ങും നമ്മളെ ഏത് രീതിയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്ന ഫയറിൻ്റെ ഈ പാത്രം, ഇതെല്ലാം എന്താ പറയുക, അതിൻ്റെ ഓരോരോ ഘടകങ്ങളായിട്ട് വരും. കുറെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് ചില സമയത്ത് ഗസ്റ്റ് നല്ലത് പറഞ്ഞാൽ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഒരു മോശം ഫീഡ്ബാക്ക് ചിലപ്പോൾ ഒരു വർഷം പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ. നമ്മൾ എന്ത് ഇട്ട് കഴിഞ്ഞാലും അപ്പം തന്നെ ഫീഡ്ബാക്ക് കിട്ടും. അപ്പം ഒരു ഷെഫായിട്ട് നിൽക്കുന്നു, സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് നിൽക്കുന്ന, ഇവിടെ അറിയപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു ഷെഫായിട്ട് നിൽക്കുന്നു സോഷ്യൽ മീഡിയയിൽ. എങ്ങനെയാണ് ഈ കമന്റുകളും അല്ലെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ഇഗ്നോർ ചെയ്യുന്നത്? കമന്റിന് ഇംപ്രൂവ് ചെയ്യുന്നതൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എന്താണ് തോന്നുന്നതെന്നാണ്. അല്ലാതെ
എനിക്കിപ്പോൾ മീൻകറി കഴിക്കുന്ന മീൻകറി ഉണ്ടാക്കുക, അല്ലാണ്ട് ഒരാളിനോട് പറയുകയാണെങ്കിൽ അതുണ്ടാക്കി കാണിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും, പരമാവധി ചെയ്യാറില്ല, അതാണ് സത്യം. അതായത് എനിക്ക് എന്ത് കഴിക്കാൻ തോന്നി അതാണ് അതിനകത്തെ വീഡിയോ. അല്ലെങ്കിൽ വീട്ടിൽ എന്താണ് എനിക്ക് കഴിക്കാൻ തോന്നുന്നത്, അല്ല എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് കുക്ക് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഓവർ വന്ന ചിക്കൻ കറി ആയിരിക്കും നമ്മൾ നാളെ ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബാക്കി വന്ന കടലക്കറി ആയിരിക്കും എൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതിനൊന്നും സംഭവമൊന്നുമില്ല. പറയല്ലോ, വീട്ടിൽ നമ്മളൊരു സാധനം നമ്മൾ ലെഫ്റ്റ് ഓവർ കളയാറില്ല. എൻ്റെ അമ്മച്ചൊക്കെ ഞാൻ കണ്ടേക്കുന്നത് അങ്ങനെയാണ്. അമ്മച്ചി ഇപ്പോൾ ഇന്ന് പരിപ്പാണ് കറിയെങ്കിൽ അതിൻ്റെ അർത്ഥം നാളെ സാമ്പാറായിരിക്കും. ഇന്ന് സാമ്പാറാണെങ്കിൽ നാളെ വൈകിട്ട് ദോശയായിരിക്കും. മീൻസ് ഇതൊന്നും കളയില്ല. ഇപ്പം ഇന്ന് ദോശ സാമ്പാറാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അത് ഇഡ്ഡലി ചമ്മന്തി ആയിരിക്കും. ഈ പരിപ്പോര ഉണ്ടാക്കി അത് ബാക്കി പരിപ്പോരോട് സാമ്പാർ ഉണ്ടാക്കും. സാമ്പാറിന് ബാക്കി വരുമ്പോഴേക്കും നാളെ വൈകിട്ട് ഈവനിങ്ങിൽ ദോശ ഉണ്ടാക്കും. ഈ ദോശ മാവ് ബാക്കി ഉണ്ടാവും, പിറ്റേ ദിവസം രാവിലെ അത് ഇഡ്ഡലിയായി മാറും. അങ്ങനെയാണ്. അപ്പം കുക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്താണോ ഉള്ളത് വെച്ച് കുക്ക് ചെയ്യുന്നതാണ് ഞാൻ പഠിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം, വീട്ടിൽ ചെയ്യുന്ന കാര്യം. ഹോട്ടലിലാകുമ്പോൾ എൻ്റെ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഫോളോ ചെയ്യാനുള്ള SOPs അല്ലെങ്കിൽ റെസിപ്പീസ് എല്ലാം ഉണ്ടാവും, അതനുസരിച്ച് ചെയ്യാം. നമ്മൾ അവിയലാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. നമ്മൾ വെജിറ്റബിൾസ് എല്ലായിടത്തും കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ കട്ട് വെച്ചിട്ടുണ്ട്. അവിയലൊരു മെയിൻ സാധനത്തില്ല കേട്ടോ. അവിയലിന്റെ മെയിൻ എന്താണ്? അവിയലിന്റെ മെയിൻ എല്ലാ പച്ചക്കറികളും എന്തൊക്കെയാണ്? വാഴയ്ക്ക, പടവലങ്ങ, കായ, വെള്ളരിക്ക, ക്യാരറ്റ് ചില ആൾക്കാർ ഇടാറുണ്ട്, ചില ആൾക്കാർ കടല ഉപയോഗിക്കാറുണ്ട്. അത് കൂട്ടവിയലാണെന്ന് തോന്നുന്നു കടല ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ പല സ്ഥലങ്ങളും ഉപയോഗിക്കാറുണ്ടല്ലോ, അതായത് മുരിങ്ങാക്കോല്. അതെ, മെയിൻ. ഇല്ല, ഇതിലില്ല, അലർജിയാണല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. അതെ. അപ്പോൾ നമ്മൾ കായല എല്ലാം എടുത്തിട്ടുണ്ട്. പച്ചക്കറി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഓക്കെ. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഓക്കെ. ഇതെല്ലാം ഒരു കൈയളവാണ് അല്ലേ? അങ്ങനെ അതിന് പ്രത്യേകിച്ച് കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇതൊരു ഒത്തന്റിക് റെസിപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്താണോ അപ്പോൾ കംഫർട്ടായിട്ട് കൈ കിട്ടുന്നത് അത് വെച്ച് കുക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ ഞങ്ങൾ ഇങ്ങനെയല്ല വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാ പൊടികളും വിട്ടിട്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ആക്കാറില്ല. നമ്മൾ വെള്ളത്തിൽ വെക്കുന്നു, വേവിക്കുന്നു, എന്നിട്ട് പിന്നെ ആഡ് ചെയ്യും. അതെ, ഉണ്ടാവും, എല്ലാ രീതിയും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ആക്ച്വലി കൊച്ചി, ഞാൻ ബേസിക്കലി പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിലാണ്. ഞങ്ങൾ അങ്ങോട്ട് പച്ചക്കറികൾ കഴിക്കുക എന്നുള്ള ശീലം വളരെ കുറവാണ്. വി ആർ ഫ്രം ദ കോസ്റ്റൽ ഏരിയ, കടൽ ഭയങ്കര അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പച്ചക്കറികളിലും ഞങ്ങൾ ചെമ്മീൻ ആഡ് ചെയ്യും. ഓ, അത് ശരി. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി ഓണത്തിലൊക്കെ മാത്രമേ നമ്മൾ അവിയൽ ഉണ്ടാക്കുക എന്നുള്ള ഈ സംഭവമൊക്കെ വീട്ടിൽ നടക്കുന്നത്. നമ്മൾ നോർമൽ അവിയലിലും ചെമ്മീൻ ആഡ് ചെയ്യും? ഇല്ല, അവിയൽ ഈ ഒരു അവിയൽ മാത്രം, അവിയൽ സാമ്പാറൊക്കെ ആയിരിക്കും നമ്മൾ എന്താ പറയുക നോൺ വെജ് ഇല്ലാതെ ചെമ്മീൻ ഇല്ലാതെ കുക്ക് ചെയ്യുന്ന പച്ചക്കറി. അല്ലാതെ എന്ത് പച്ചക്കറി, ഇപ്പോൾ പയർ, പൊട്ടേറ്റോ എന്ത് വെച്ചാലും അതിനകത്ത് ചെമ്മീൻ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാം. കൊച്ചിയിലൊരു സ്റ്റൈലാണ്. ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഓരോ വിഭവത്തിനും ഓരോ ഓർമ്മകളുണ്ടെന്ന്. ഈ അവിയലിന്റെ ഓർമ്മ എങ്ങനെയാണ് താങ്കളുടെ ലൈഫിൽ? എൻ്റെ വീട്ടിൽ അമ്മിച്ചാണ് അവിയൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇറ്റ് ലൈക്ക് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് വാട്ടറി ആയിരിക്കും. എനിക്ക് അതിനെ പോലെ പ്രത്യേകിച്ച് താല്പര്യമില്ല, അങ്ങനെ വെള്ളം പോലെ കിടക്കുന്നത്. എനിക്ക് അവിയൽ ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടം. അവിയൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് തേങ്ങ അത്യാവശ്യം അടിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ആഡ് ചെയ്യും. ഞാൻ ഉണ്ടാക്കുമ്പോഴേക്കും ചതച്ചിട്ട് നേരെ ഇടുവാണ്. കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും. അതാണ് എനിക്ക് താല്പര്യം. എന്നാലും ഫയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. ചെറിയ തീയിൽ നമുക്ക് പിന്നെ അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചിട്ട് നമുക്ക് വെള്ളം അങ്ങനെ ഒഴിക്കണ്ട, വളരെ കുറച്ച് വെള്ളം മതി. ഡ്രൈ ആയിട്ട് കുക്കായിട്ട് വരണം. അപ്പോഴത്തേക്കും ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് നമ്മൾ പറയും ഈ ഓരോ ഡിഷിനും ഓരോ റെസിപ്പി ഉണ്ടാവും, അതിന് നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ താങ്കൾക്ക് ശരിക്കും ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റൈലിനും ഓരോ ഫിലോസഫി ഇല്ലേ? എന്താ പറയുക, ഓക്കെ, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരിടത്തിനും റെസിപ്പി ഫോളോ ചെയ്യുന്ന ഒരു ഇതില്ല. എല്ലാ ഒരു അതിൻ്റെ ഒരു കുക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കാണ് കുക്കിംഗ് ടെക്നിക്ക്. അത് മനസ്സിലാക്കുന്നതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യം. ഇപ്പം നമ്മളൊരു സൗത്തിന് നമ്മളൊരു സാധാരണ നാടൻ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിലും ഒരു മീൻകറി ഉണ്ടാക്കിയാലും യൂറോപ്പിലുള്ള സ്റ്റേക്ക് കുക്ക് ചെയ്യുമ്പോഴും അത് കുക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വേയിലേക്ക് കൊണ്ടുവരിക. എനിക്ക് എന്താണ് കംഫർട്ടബിൾ ഉള്ളത് ആ രീതിയിൽ കുക്ക് ചെയ്യാം. അതാണ് മൈ വേ ഓഫ് കുക്കിംഗ്, എൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് കുക്കിങ്ങിൽ. ഓക്കെ. ഈ മൾട്ടിനാഷണൽ കൾച്ചേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മൾ UAE നിൽക്കുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ മലയാളികളുടെ അവിയൽ എല്ലാവർക്കും ഭയങ്കര ഒരു ഹെൽത്തി ഡിഷായിട്ട്
കഴിക്കാറുണ്ടെന്ന്. അപ്പം താങ്കളുടെ ഈ ഒരു ജേർണിയിൽ, പ്രത്യേകിച്ച് UAE അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവിയൽ എന്ന ഡിഷ് നമ്മൾ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്യുന്നത് വളരെ കുറച്ച് സ്പൈസസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിക്കാൻ പറ്റും, അത് ശരിയാണ്. ബട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെ ആരും കഴിച്ചിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹോട്ടലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇയർലി മൺസ് ഒരു ഓണസദ്യ എല്ലാം ചെയ്യുവാണെങ്കിൽ മാത്രമായിരിക്കും അവിയൽ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഗസ്റ്റിന്, യൂറോപ്യൻ ഗസ്റ്റിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഗസ്റ്റിന് സെർവ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടായിട്ടില്ല. അല്ലാണ്ട് കൂടുതലും കൺസിഡർ ചെയ്യുന്നില്ല ആൾക്കാർ ഇതിപ്പോൾ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ഹെൽത്തി ഫുഡിനോട് തിരിയുന്ന ആൾക്കാർ. ഇപ്പോൾ എല്ലാം ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. എല്ലാവരും അറിയാലോ, ഒബീസ് പ്രശ്നങ്ങളുള്ളവരും എല്ലാവരും ഹെൽത്തി ഫുഡ് കഴിക്കുന്നുള്ളതാണ്. ഈ ഹെൽത്തി ഡിഷ് പറഞ്ഞപ്പോഴേ ഇപ്പം നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കോൺഷ്യസ് ആണ്, എല്ലാവരും ഹെൽത്തി ഡിഷ് കഴിക്കുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മൾ അവിടെ സ്വാദിനെ കോംപ്രമൈസ് ചെയ്യുന്നില്ലേ? ഒരു പരിധിവരെ യെസ്, ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് പറയാലോ, വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതിന് അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ എന്ത് നാടൻ ഫുഡ്, ഒരു മീനെടുത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും നമ്മളൊരു സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അത് ആസ് എ മലയാളി ഐ പ്രിഫർ കോക്കനട്ട് ഓയിൽ ഫോർ എവറിത്തിങ്. ഓക്കെ. ശരിക്കും കോക്കനട്ട് ഓയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആൾക്കാർ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ അയ്യോ കൊളസ്ട്രോൾ എന്നുള്ള അത് ശരിക്കും ഒരു ധാരണയാണ്. ഇപ്പൊ ഈ പല ഹെൽത്തി കിച്ചണിലും വെർജിൻ കോക്കനട്ട് ഓയിലാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് ഹെൽത്തി കിച്ചൺസ് ഉണ്ട്. അവർ ഒലിവ് ഓയിലിനേക്കാളും കൂടുതൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽസ് ആണ്. ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ ഒരു കഥ. ഓക്കെ. ഇതിപ്പോ എത്ര നേരം എടുക്കും? ഒരു 10-15 മിനിറ്റ് എന്തായാലും പിടിക്കും ഒന്ന് സ്റ്റീമായി വരണം. ഓക്കെ. ഈ നമ്മളുടെ എപ്പോഴും കുട്ടിക്കാലത്ത് നമ്മളുടെ രുചികൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ ആദ്യം ആസ്വദിക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ പ്രൊഫഷനിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മളുടെ ടേസ്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പുതിയ പുതിയ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഡിഷസും പഠിക്കുകയാണല്ലോ. അപ്പം എങ്ങനെയാണ് ഈ കുട്ടിക്കാലത്തെ ഈ സ്വാദിനെ പിന്നീട് ഈ കരിയറിലേക്ക് കൊണ്ടുവരുന്നത്? എന്താ ഞാൻ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കുട്ടിക്കാലത്ത് ഓർമ്മ പറയുന്നതാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന 2-3 ഡിഷസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാവിലെ കറികൾ കുറവാണെങ്കിൽ ചമ്മന്തി അരയ്ക്കുന്നു. അതെ. കല്ലേപ്പുരട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറയുന്നതാണ്, എനിക്കറിയാൻ പാടില്ല നിന്നോട് ആൾക്കാർ കഴിക്കാൻ. കല്ലിൽ വെച്ച് അരക്കണേ ചമ്മന്തി അരച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് ചൂട് ചോറിടുക. ആ കല്ലിലേക്ക് തന്നെ അത് അരച്ചു കഴിഞ്ഞിട്ട് അതിലൊന്ന് പെരട്ടിയിട്ട് അതിലേക്ക് ചൂട് ചോറിടുക. അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് തിരുമുക, അതൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കല്ലിൽ തന്നെ കഴിക്കുക. ആ കല്ലും ആ ചൂട് ചോറും കൂടി മിക്സ് ആകുമ്പോൾ ഒരു ഫ്ലേവർ, അതെനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു ഫ്ലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലേവർ ആയിരിക്കും. അത് പിന്നീട് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കല്ലിടാറില്ല. അല്ല, നമുക്ക് ചമ്മന്തി വിട്ടിട്ട് പാത്രത്തിലിട്ട് കഴിക്കാം. എന്നാലും ആ കല്ലിൽ നിന്ന് കഴിക്കുമ്പോൾ കരിങ്കല്ലും ഇതും എന്താണെന്ന് അറിഞ്ഞൂടാ, ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൊരു ഫ്ലേവർ ഇല്ലപ്പോൾ അതായിരിക്കും. ഈ ഓണക്കാലം എത്തുമ്പോഴും ഏതാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഡിഷ്? ഏതാണ് പഴയ ഡിഷാണ്? മീൻസ് അങ്ങനെ ഓണം എൻ്റെ വീട്ടിലേക്ക് ഒരു ട്രഡീഷണൽ സദ്യ ഉണ്ടാക്കിയുള്ള ഓണം വളരെ കുറവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമ്മൾ സദ്യ എന്ന് പറയുന്നത് മിനി സദ്യയായിരുന്നു. അതായത് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കും, ഒരു അവിയൽ ഉണ്ടാക്കും, ഇഞ്ചിക്കറി, ഉള്ളിത്തീയൽ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഉള്ളിക്കറി എന്നാണ് പറയുന്നത്. അതാണ് അമ്മച്ചി അല്ലെങ്കിൽ സമയമെടുത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷ്. അതായിരിക്കും ഒരു പരിധി വരെ ഓർമ്മ വരുന്നൊരു ഡിഷ്. പക്ഷെ അത് ഞാൻ കുക്ക് ചെയ്യാറില്ല. ഈ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴേ, നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചാലും എല്ലാവരും എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രൊഡക്റ്റുകൾ പോലും ടാഗ്ലൈനായിട്ട് ഉപയോഗിക്കുന്നത് അമ്മയുടെ അതേ സ്വാദ്, അമ്മയുടെ അതേ കൈപുണ്യം. അപ്പം നമ്മളെപ്പോഴും പാചകത്തിൽ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ബഹുമാനത്തിൽ അല്ലെങ്കിൽ നൊസ്റ്റാൾജിക്കായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു അതാണ്. അപ്പം താങ്കളെ സംബന്ധിച്ച് ഏറ്റവും അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും സ്വാദേറിയ ഡിഷ് ഏതാണ്? അമ്മച്ചി ഉണ്ടാക്കുന്നതിൽ ബീഫിന്റെ കുടലുകറി, അത് ബോട്ടിക്കറി എന്നാണ് ഞങ്ങൾ പറയുന്നത്. നോൺ വെജ് ആണ് കൂടുതലും. ബോട്ടിക്കറി അല്ലെങ്കിൽ ആ കുടലുകറി ആയിരിക്കും വറുത്തരച്ചിട്ടുണ്ടാക്കുന്ന, കായിട്ട് അല്ലെങ്കിൽ ചൈന ഉണ്ടാക്കുന്ന അതും പുട്ടും കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഓ, അത് വേറെ അങ്ങ് കിട്ടില്ല. അപ്പോൾ അമ്മയുടെ ഈ റെസിപ്പീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ പ്രൊഫഷണലായിട്ടല്ല? ഞാൻ ആക്ച്വലി മീൻസ് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടല്ല, വീട്ടിൽ കുക്ക് ചെയ്യാൻ വേണ്ടി പല റെസിപ്പീസും അമ്മച്ചെടുത്ത് എടുക്കാറുണ്ട്. അങ്ങനെ അമ്മച്ചെടുത്ത് മാത്രമല്ല, എല്ലാവർക്കും എൻ്റെ ഇത് വെച്ചിട്ട് ഇപ്പം അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു ഡിഷ്, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഒരു ഡിഷ്, മമ്മി ഉണ്ടാക്കുന്ന ഒരു ഡിഷ്, അപ്പോൾ എല്ലാവരുടെ അടുത്തും അവരുടേതായ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ അമ്മ അടിപൊളി സ്റ്റൂ ഉണ്ടാക്കുമായിരുന്നു, ബീഫ് സ്റ്റൂ. പുള്ളിക്കകത്ത് ഉണ്ടാക്കുന്ന സ്റ്റൂ സൂപ്പറാണ്. പ്രത്യേക റെസിപ്പി അല്ല, അതിന് അവർ ചൂസ് ചെയ്യുന്ന മീറ്റ് വെച്ച് തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മീറ്റ് എടുത്ത് ആ സ്ലോ കുക്ക് ചെയ്ത് അതൊരു പ്രോപ്പർ നല്ല പ്രോസസ്സാണ്. തേങ്ങ ഫ്രഷ് മിൽക്ക് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ അത്. പിന്നെ എൻ്റെ അമ്മൂമ്മ, എൻ്റെ അപ്പച്ചൻ്റെ അമ്മ, പുള്ളിക്കകത്ത് ആക്ച്വലി കുറച്ച് പ്രായമായി, പുള്ളിക്കകത്ത് ഉണ്ടാക്കുന്ന ബീഫ് വിന്താലു, ഞങ്ങളെ വിനായക ഇറച്ചി എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും കോമൺലി വിന്താലു എന്ന് പറയുന്നത്. അപ്പോൾ വിനായക ഇറച്ചി ഞങ്ങൾ വിളിക്കുന്നത്. അതും അമ്മൂമ്മ ഉണ്ടാക്കുന്ന സാധനം കൊച്ചിക്കാരുടെ ഒരു എന്താ പറയുക,
ഒരു അഹങ്കാരം എന്ന് പറഞ്ഞ ഡിഷാണ് ബീഫ് എന്തായാലും. അത് പുള്ളിക്കകത്ത് സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ആ റെസിപ്പി എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടുണ്ട്, അതേപോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാടാണ്, എന്നാലും ഒരു 80% കുക്ക് ചെയ്യാം. നമ്മൾ ഈ അവിയൽ ഉണ്ടാക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ടിപ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ സ്വാദ്? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേവ് ബാലൻസ് ചെയ്യുന്നതാണ്. ഓവറായിട്ട് കുക്ക് ചെയ്ത അവിയൽ ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. നമുക്ക് എല്ലാ വെജിറ്റബിളും വേറെ വേറെ ഫീൽ ചെയ്യാൻ പറ്റണം. പിന്നെ അവിയൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചെറിയുള്ളി ഫൈനായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കറിവേപ്പില പച്ച വെളിച്ചെണ്ണ കൂടി തിരുമ്മി നല്ലോണം ഉടച്ചിട്ട് അത് അവിയലിലേക്ക് ഇട്ട് മൂടി വെക്കുക. മൂടി വെക്കുന്ന ആ ചൂടൊന്ന് സെറ്റിൽ ആകുന്ന വരെ മൂടി വെക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. ഈ ചില ആൾക്കാർ തൈര് ആഡ് ചെയ്യും ലാസ്റ്റ് കുറച്ച്. ആ ഒരു ക്രീമി ചെറിയൊരു പുളിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് തൈര് ആഡ് ചെയ്യും. ചിലർ പച്ചമാങ്ങ ആഡ് ചെയ്യാറുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ആൾക്കാർ ബീട്രൂട്ട് ആഡ് ചെയ്യും അവിയലിൽ റെഡ് കളറിലുള്ള ആ ഒരു കളർ വരുന്ന അവിയൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മാങ്ങ അവസാനമാണോ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്? ഇല്ല, മാങ്ങ ഇടുമ്പോഴേക്കും സെയിം വെജിറ്റബിളൊപ്പം തന്നെ മാങ്ങയും കൂടി സ്ലൈസ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യും. ആ ചെറിയ പീസ് ആ പുളി ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അമ്മച്ചി ഞാൻ വീട്ടിൽ കണ്ടിട്ടുണ്ട് അവിയലിന് ഇതിട്ടിട്ട്. കുക്ക് ചെയ്യുമ്പോഴേ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പാത്രങ്ങൾ ആക്ച്വലി എനിക്ക് എപ്പോഴും കട്ടിയുള്ള പാത്രങ്ങളാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ ഇന്ന സംഭവങ്ങളൊന്നുമില്ല, മൺചട്ടി വേണമെന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല, കട്ടിയുള്ള പാത്രമായിരിക്കണം. പിന്നെ എനിക്ക് എപ്പോഴും ഒരു ഓപ്പൺ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ താല്പര്യം. അതെ, ഇൻഡക്ഷനിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഫയർ കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മൾ വേണ്ട രീതിയിൽ ആ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നല്ലൊരു ഓപ്പൺ ഫ്ലെയിമിൽ നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ എല്ലാ ഫുഡും നല്ലോണം ഉണ്ടാകും. അത് പാത്രം ചൂടാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന് അതെപ്പോഴും എന്താ ഹെൽപ്ഫുൾ ആയിരിക്കും. ടേസ്റ്റിൽ വ്യത്യാസം വരുമോ? ടേസ്റ്റ് അതെ, ഈ കനം കുറഞ്ഞ പാത്രങ്ങൾ കുക്ക് ചെയ്യുമ്പോഴേക്കും കാര്യം പറഞ്ഞില്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും, അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കട്ടിയുള്ള പാത്രം ചൂടാൻ ടൈം എടുക്കുമെങ്കിലും അതിൻ്റെ ടെമ്പറേച്ചർ എന്താ പറയുന്നത് ഈവൺ ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളൊരു ഫുഡ് ഇട്ട് കഴിഞ്ഞാലും അത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഞാൻ കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാറ്. ഷെഫിന് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഡിഷ് ഏതാ? വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജിറ്റേറിയൻ ആണോ? വെജിലും നോൺ വെജിലും? വെജിറ്റേറിയനിൽ അങ്ങനെ എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് കുക്ക് താല്പര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ സദ്യയുടെ ഭാഗമാണല്ലോ അവയിൽ കുക്ക് ചെയ്യുന്നത്. എനിക്കിഷ്ടമാകും മീൻ കറി, ബീഫ്, മീൻസ് നോൺ വെജിനോടാണ് താല്പര്യം. പിന്നെ ആസ് എ പ്രൊഫഷണൽ ഒരു ഷെഫ് ആണെന്നാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് മീറ്റാണ്, സ്റ്റേക്സ് ആണ്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്റ്റേക്ക് ഹൗസ് ആയിരുന്നു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ മീറ്റ് ഭയങ്കര നല്ലോണം ഹാൻഡിൽ ചെയ്യും. മീറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്തിരുന്നത്. മീറ്റാണ് ഇതുവരെ. താങ്കളുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് ഏതാണ്? അങ്ങനെ സിഗ്നേച്ചർ ഡിഷ് എന്ന് ഞാൻ പറയാറില്ല. I try to leave my signature on every dish എന്ന് വേണമെങ്കിൽ വെറുതെ പറയാം. ഓക്കെ, നമ്മുടെ അവിയൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? വേവാകുമ്പോഴേക്കും ചതച്ച് വെച്ച തേങ്ങയുടെ അകത്ത് മഞ്ഞൾപ്പൊടിയും ചെറുജീരകവും അതൊന്ന് ആടി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചെറുജീരകവും മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തതല്ലേ? ജസ്റ്റ് ചതച്ചിട്ടുള്ളൂ, ചെറുതായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. ഓക്കെ, നമ്മൾ എണ്ണ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടേ ഇല്ല അല്ലേ? എണ്ണ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഇട്ടതേ ഉള്ളൂ, അല്ലാതെ എണ്ണ ഇട്ടിട്ടില്ല. നമുക്ക് എണ്ണ ആഡ് ചെയ്യാം കുറച്ച്, ലാസ്റ്റ് ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഓക്കെ, പിന്നെ പാത്രം നല്ല കട്ടിയുള്ളതുകൊണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പാത്രം കുറച്ച് ചെറുതായി പോയോ അതിന് സംശയമുണ്ട്. ഈ അവിയലിന് ഒരുപാട് കഥകൾ നമ്മൾ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ അവിയലിന്റെ കഥയായിട്ട് എനിക്ക് അറിയാൻ പാടില്ല, ബട്ട് കുറെ കഥകൾ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥ നമ്മുടെ സ്വാതി തിരുനാളിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തില് ഒരു ഇരേമൻ തമ്പി എന്ന് പറയുന്ന ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു വലിയ വിരുന്ന് കൊടുത്തപ്പോഴത്തേക്കും അതിഥികൾക്ക് ഭക്ഷണം തികയാതായി. അപ്പൊ പെട്ടെന്ന് ഇരേമൻ തമ്പി പോയിട്ട് അടുക്കളയിൽ നോക്കിയപ്പോൾ കുറേ അപ്പൊ ആ ലെഫ്റ്റ് ഓവേഴ്സ് വന്നിട്ട് പുള്ളി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിഭയങ്കരമായ രുചിയായിട്ട് തോന്നി. അങ്ങനെയാണ് അവിയൽ ഉണ്ടായെന്നൊരു കഥയുണ്ട്. ഇതൊക്കെ മണിച്ചിത്രത്താഴിൽ നമ്മുടെ KPS ലത പറഞ്ഞ കണക്ക് മുത്തശ്ശന്മാര് പറഞ്ഞു കേട്ട കഥയാണേ, നമുക്കറിയില്ലേ ഇത്. തേങ്ങ ഒന്നും കൂടി ആവിയൽ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണം. ഓക്കെ, ഈ സ്ത്രീകൾ പാചകം ചെയ്യുമ്പോഴും പുരുഷന്മാർ പാചകം ചെയ്യുമ്പോഴും രണ്ടും രണ്ടാണ്, അങ്ങനെയാണ് പൊതുവെ പറയാറ്. അതായത് പുരുഷന്മാർ പാചകം കുറച്ചും കൂടെ രുചി വരാറുണ്ടെന്നൊക്കെ ഇങ്ങനെ ആൾക്കാരൊരു കൊളക്കിൽ സത്യം. എനിക്ക് അത് അങ്ങനെ തോന്നുന്നില്ല. എന്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പാചകം എന്ന സംഭവം എന്താ പറയുക, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നീഡാണ്. നേരത്തെ പറഞ്ഞ ഒരു അപ്പച്ചൻ, എൻ്റെ ഫാദർ, പുള്ളി എൻ്റെ അറിവ് വെച്ചിട്ട് പുള്ളി ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നു. ബട്ട് സാഹചര്യം നമ്മൾ അങ്ങോട്ട് എത്തിക്കുവാണ്. നമുക്ക് അങ്ങ് ആരും കുക്ക് ചെയ്ത് തരാനില്ല, നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം. പുറത്ത് പോയി കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുക്കിംഗ് പഠിക്കും, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ല, നമ്മളെപ്പോഴും പറയാറുണ്ട് സ്ത്രീകള് കുക്കിംഗ് നമ്മളെപ്പോഴും
പറയുന്നത് സ്ത്രീകൾ ഒരു കുക്കിംഗ് എന്നുള്ള അതും ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം അങ്ങനെയല്ല. പക്ഷേ എന്നാലൊട്ടും ഷെഫുമാരായിട്ട് വരുന്നത് കൂടുതലും പുരുഷന്മാരുമാണ്. അതിലെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ വീട്ടിലുള്ള ഒരു 5 പേർക്ക് 10 പേർക്ക് കുക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല ഒരു ഹോട്ടലിൽ നടക്കുന്നത്. ഇപ്പോൾ ഒരു കുറേ പെൺകുട്ടികൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് അത് കുറച്ച് എന്താ പറയുക കായികമായിട്ടുള്ള ഇത് വേണ്ട കാര്യങ്ങളാണ്. പെൺകുട്ടികൾ ചെയ്യുന്നില്ലെന്ന് ഞാൻ എല്ലാം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പഴയ കാലത്ത് അറിയാലോ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കായികമായിട്ട് കാര്യങ്ങളെല്ലാം ആണുങ്ങളാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വലിയ ബൾക്കായിട്ട് കുക്ക് ചെയ്യുമ്പോഴേക്കും ആണുങ്ങൾ വന്നത്. പിന്നെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. നല്ല ഡിഫിക്കൽട്ടാണ് അത്. നമ്മൾ എന്താ ഒരു 10 പേര് 5 പേർക്ക് കുക്ക് ചെയ്തൊരു ഡിഷ് നമുക്ക് ടേസ്റ്റ് ആക്കി എടുക്കാൻ പറ്റുമായിരിക്കും. ബട്ട് നമ്മളൊരു 100-150 ഗസ്റ്റ് നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ബൈ ഓരോ ഓർഡർ തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ വിത്തിൻ എന്താ പറയുക ഒരു 10 മിനിറ്റിൽ ഒരു 20 ഫുഡിൻ്റെ ഓർഡർ നമ്മളെ ഫ്രണ്ടിൽ കിടക്കുമായിരിക്കും. അപ്പോൾ ഈ ടൈം മാനേജ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ നമ്മൾ ഈ കുക്ക് ചെയ്ത് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് അപ്രിസിയേഷൻ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ഇമോഷണൽ സാധനമാണല്ലോ. അപ്പോൾ ഏതൊരു ഇപ്പം അത് കുക്കിങ് മാത്രമല്ല ഇപ്പം എന്ത് കാര്യം ചെയ്താലും ഇപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്ത് കൊടുത്തു. അതല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോൾ ഒരു ഡ്രസ്സ് ഒരാൾ ടൈലർ ഒരാൾക്ക് ഡ്രസ്സ് തയ്ച്ചു കൊടുത്തു അല്ലെങ്കിൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പറയുമ്പോഴേക്കും ഉള്ളൊരു സുഖം അതെല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് അതിനെ നല്ലതെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഡിഫറെൻ്റ് ആയിട്ട് അപ്രിസിയേഷൻ കിട്ടിയ എന്തെങ്കിലും കഥയുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഞാൻ ഹോട്ടലിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു 3 സ്റ്റാർ ഹോട്ടലിൽ ചെറിയ ഹോട്ടലാണ് കൈൻഡ് ഓഫ് റിസോർട്ട് ഫോർട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ലേഡി കോസ്റ്റാറിക്കയായിരുന്നു ലേഡി, ഇത്തിരി ഏജ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു. എബിറ്റ് ഫ്രണ്ട് എന്നാണ് അവരുടെ പേര്. അവർ വന്നു. അപ്പോൾ അവർ ഫുഡ് ഓർഡർ ചെയ്തു. അന്ന് ഞാൻ കുക്ക് ചെയ്തു. എനിക്ക് ആദ്യം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു മീൻകറി എന്ന് പറഞ്ഞാൽ ഫിഷ് മോയിലി ആയിരുന്നു, ലൈക്ക് സിമ്പിൾ. അത് കുക്ക് ചെയ്തു. അവരന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തു. അന്ന് നല്ല രീതിയിൽ ടിപ്പ് കിട്ടി. എനിക്ക് ഇപ്പോഴും അവരെ തന്നെ കോൺടാക്ട് ചെയ്യാം. മീൻസ് കോൺടാക്ട് നമ്മൾ ഫേസ്ബുക്കിലൂടെ കോൺടാക്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ലൈക്ക് ഞാൻ അവരെ മീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു 15 വർഷം മുമ്പായിട്ടുണ്ടാവും. ഇപ്പോഴും ആ ഒരു ഇതുണ്ട്. ആ ഒരു ഡിഷിൻ്റെ പുറത്ത് വന്നൊരു എന്താ പറയുക ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഇതാണ് കോംപ്ലിമെന്റ് ആണ്. ഓക്കെ. ആക്ച്വലി പുതിയ നമ്മുടെ ഇവിടെ കിട്ടുന്ന UAE കിട്ടുന്ന യോഗ അതിന് കുറച്ച് പുളി കുറവായിരിക്കും. നമ്മുടെ നാട്ടിലെ തൈരാണെങ്കിൽ അതാണ് നല്ലത്. അതെ നമ്മുടെ തേങ്ങ സ്റ്റീമ വരുമ്പോഴേക്കും കുറച്ച് തൈര്. 2 കാര്യമാണ് പുളി കിട്ടാനും ആ ഒരു കറിയുടെ അത് ബൈൻഡ് ചെയ്തൊരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ പാചകം ചെയ്യുമ്പോൾ ശരിക്കും ഈ കൈയളവല്ലേ കുറച്ചും കൂടെ നമുക്കൊരു കറക്റ്റ് പാകത്തിലേക്ക് വരിക. അത് നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ ഇത്ര ടേബിൾ സ്പൂൺ ഇത്ര ടീസ്പൂൺ ഉപയോഗിക്കുക. അത് അല്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്താ പറയുന്നത് അങ്ങനെ കുക്ക് ചെയ്യുന്നത് അതായത് കൃത്യം മെഷർമെന്റ് വെച്ച് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും കൈയളവാണ്. എന്താ പറയുക ഇപ്പോൾ ഹോട്ടലിൽ പറയുവാണെങ്കിൽ പേസ്ട്രി ഉണ്ടല്ലോ, പേസ്ട്രി ബേക്കറി കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ആ മെഷർമെന്റ് മസ്റ്റ് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അത് മേളിൽ താഴെ പോകും. ബട്ട് ഹോട്ട് ഫുഡ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ ഒരു പരിധി വരെ. ഏകദേശം ഇതേ ഉള്ളു പരിപാടി. കുറച്ച് ചെറുപുളി കട്ട് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തിരുമ്മി ഉടക്കണം. ശരിക്കും നമ്മൾ കൈ കൊണ്ട് തിരുമുന്ന അത്രയും ഒരു സ്വാദ് എനിക്ക് തോന്നില്ല അല്ലേ? ബാക്കി നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴൊന്നും ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് ആക്ച്വലി ബ്ലെൻഡ് ചെയ്ത് വേറെ ഇതിലേക്കല്ലേ എത്തുന്നത്. നമ്മൾ കല്ലിൽ ഇപ്പോൾ ഒരു ഇടിക്കുന്ന കല്ല് വെച്ച് ചതച്ചെടുക്കുന്നതും നമ്മളൊരു ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിന് രണ്ട് ഇതാ നമുക്ക് കിട്ടാറ് ഫുഡിനെ. നല്ലൊരു ഫുഡ് കൾച്ചറുള്ള ഒരു കൺട്രിയാണ് തായ്ലാൻഡ്. അപ്പോൾ തായ്ലാൻഡിൻ്റെ ഫുഡ് കൾച്ചർ നോക്കി അറിയാൻ പറ്റും. അവർ മിക്കത് എല്ലാ സാധനം ഫ്രഷ് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് അവർ ഫ്രഷ് ആയിട്ടെല്ലാം അതായത് മട്ടിൽ മോട്ടർ ബിസിൽ വെച്ചിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും. അതിൻ്റെ ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സാമ്പിൾ ചട്നിക്കെല്ലാം അതിൻ്റെ ഒരു ഫ്ലേവർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഇതിലെ കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് വറുക്കൽ അങ്ങനെ ഇല്ല, ഇതിൽ ഞാൻ ഇടുന്ന ആൾക്കാരുണ്ടാവുള്ളൂ, ഞാൻ ഇടാറില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഈ ഒരു അവിയലിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ഇതെനിക്ക് എപ്പോഴോ ഞാൻ ആരോ പഠിപ്പിച്ചതാണ്. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടേ നമുക്ക് അടച്ചു വെച്ചേക്കാം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഓക്കെ. പല റെസിപ്പീസും ഉണ്ടാവും, പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും. ഈ രീതിയിൽ എനിക്കൊന്ന് പരീക്ഷിക്കണം. പരീക്ഷിച്ച് നോക്കൂ, ഇങ്ങനെ ഒന്ന് അറിയാൻ പാടില്ല. നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഫോളോ ചെയ്യുന്നത്. ഫയർ ഓഫ് ചെയ്തിട്ട്
കുറച്ച് തുറക്കാതെ മൂടി വെച്ചേക്കാം. ആ ഫ്ലേവർ ഒന്നും ഇരുന്ന് ആ ഉള്ളിലെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. അതാണ് അതിൻ്റെ എന്താ പറയുക, അതിന്റെ സ്വാദ് എന്ന് പറയുന്നത്. ആവിയിലിരുന്ന് ഇല്ലേ ഒന്ന് ചെറുതായിട്ട് വന്നിട്ട് സ്വാദായിട്ട് വരും. ഓക്കെ. ഏറ്റവും മനസ്സിന് അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഡിഷ് ഉണ്ടോ? പുട്ടും ബീഫും. പുട്ടും ബീഫും. നമ്മൾ ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് രാവിലെ പള്ളിയിലെത്ത് കഴിഞ്ഞിട്ട് ഉപ്പിൽ വെച്ച ബീഫ് ഞങ്ങളുടെ വീട്ടിലൊന്നും ശനിയാഴ്ച ബീഫ് മേടിക്കും. ശനിയാഴ്ച വൈകിട്ട് ചിലപ്പോൾ അതേ ബീഫ് ഒന്നുമല്ല, കുറച്ച് ബീഫ് കുറച്ച് എല്ലും മേടിക്കും. അതിൻ്റെ എല്ലും കപ്പയും കൂടി നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം കഴിക്കും. ഞായറാഴ്ച അന്നേരം ഈ ബീഫ് വേവിച്ച് വെക്കും. വേവിക്കുമ്പോഴേക്കും കുറച്ച് ഉപ്പും സവാള ഇഞ്ചി പച്ചമുളക് ഇട്ട് വേവിക്കും. പിറ്റേ ദിവസം രാവിലെ നല്ല പുട്ടുണ്ടാക്കിയിട്ട് ഇതിനൊഴിക്കുക പുട്ടിൻ്റെ മേലിലേക്ക്. ഈ ജസ്റ്റ് വേവിച്ച ബീഫും അതിൻ്റെ സ്റ്റോക്കും മാത്രം, കറിയാക്കില്ല. എന്നിട്ട് അത് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബീഫിന് പുട്ടിന്ന് കുതിരും. അതിന് നെയ്യ് ഉണ്ടാവും, നല്ല നെയ്യുള്ള ബീഫ് ആയിരിക്കണം. അത് കുഴച്ചിട്ട് കഴിക്കുക. ജസ്റ്റ് ഉപ്പിൽ വേവിച്ചത് ബീഫ്, കുറച്ച് വായിൽ വെള്ളം വരുന്നുണ്ട് ശരിക്കും. ഹോൾ ഗരം മസാല, കുറച്ച് പട്ട കറിവേപ്പില ആഡ് ചെയ്യും, കറിവേപ്പില ഇഞ്ചി സവാള. ചിലർ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും, ചിലർ മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യില്ല. പച്ചവെള്ളം കുറച്ച് കൂടുതലിടും. അന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം. കുക്കറിൽ വെക്കാം അല്ലെങ്കിൽ നോർമലിൽ വെക്കാം, അപ് ടു യു ഹൗ യു വാണ്ട്. നെയ്യുള്ള ബീഫ് ആയിരിക്കണം പ്രത്യേകിച്ച്. ഇത്രേ ഉള്ളൂ. ബീഫിൻ്റെതായ ഫ്ലേവർ ആയിരിക്കും. അതിൻ്റെ എക്സ്ട്രാ നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് സ്പൈസസ്, ഹോൾ സ്പൈസസ്, പിന്നെ പച്ചമുളകിൻ്റെ ആ ഒരു രുചി ഉണ്ടല്ലോ അതിൻ്റെ എരിവ്, അത് മാത്രം മതി. സ്പൈസസ് നമ്മൾ നോർമൽ സ്പൈസസ് തന്നെ, പട്ട കറിയാൻ പിന്നെ എന്തെങ്കിലും വളരെ കുറച്ച് മതി. ഈ പൗഡേഴ്സ് ഒന്നും പൊടി ഐറ്റം ഇല്ല. ചിലപ്പോൾ ഈ എളുപ്പത്തിന് വേണ്ടി കുറച്ച് ഗരം മസാല ഇടും, എന്നാലും വളരെ കുറച്ച് മതി. സ്പൈസിന്റെ ഫ്ലേവർ ഒന്നും ഓവർ വരേണ്ട ആവശ്യമില്ല. ബീഫിന്റെ ഫ്ലേവർ മാത്രം വരാൻ പറ്റും. അത് കഴിക്കാനായിട്ട് അതൊരു ഭയങ്കര സംഭവമാണ്. അത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ റെസ്റ്റോറൻറ്റ് നാട്ടിൽ ഉപ്പിൽ വേവിച്ച ബീഫും പുട്ടൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ പള്ളിയത്ത് കഴിഞ്ഞ് വന്നിട്ട് ഇത് കഴിക്കുക എന്നുള്ള ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു ഓർമ്മ തന്നെയാണ് സത്യം പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടില് ഞായറാഴ്ച ഒരു ഫിക്സഡ് മെനു ആണ്. നോൺ വെജ് ആണ് എല്ലാത്തിനും പറയുന്നത്. ഇപ്പൊ ബീഫ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ബീഫ് എന്തായാലും, വിനാലി ഇറച്ചി, ഞങ്ങൾ എല്ലാവരും മോരുകറി എന്ന് പറയില്ലേ, ഞങ്ങളുടെ നാട്ടിൽ തേങ്ങാച്ചാർ എന്നാണ് പറയുന്നത്. തേങ്ങ അരച്ചിട്ട് ഒരു ചാറ് കറി, ക്യാബേജിന്റെ എല്ലാവരും തോരെന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്നത് പീരോദിക്കുന്ന അത് അച്ചാർ. ഇതാണ് ഞായറാഴ്ച ഒരു 80% കൊച്ചിക്കാരന്റെ വീട്ടിലെ ഫിക്സഡ് മെനു ആണത്. ഇതിൽ മാറ്റങ്ങൾ വളരെ കുറവ് വരാറുള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാറില്ല. അത് അങ്ങനെയാണ്. അതായത് വീട്ടിൽ അമ്മച്ചിക്കൊന്നും ബീഫ് വെച്ചിട്ട് ഈ തേങ്ങാച്ചാർ ഇല്ലെങ്കിൽ എന്തോ മനസ്സിലെന്തോ വിഷമം പോലും. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലെയും ടേസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി കേരളത്തിൽ വളരെ കുറച്ച് ട്രാവൽ ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ച്. പിന്നെ നമുക്ക് ഇവിടെ വന്ന യു എയിൽ വന്നപ്പോഴേക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവര് കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലാതെ കേരളത്തിൽ അധികം ഒട്ടും ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. കേരളം കഴിഞ്ഞ ദുബായ്. ഇവരുടെ കുറെ ഒതന്റിക് ഡിഷസ് ഉണ്ടല്ലോ, നമ്മുടെ ആരബ്സിന്റെ കുറെ ഡിഷസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള, കഴിക്കാൻ ഇഷ്ടമുള്ള? അല്ല, ഇവിടുത്തെ യു എ അല്ല, ഒരു അറബ് മിഡിൽ ഈസ്റ്റിനാണെങ്കിൽ ഇപ്പൊ കബ്സ മന്തി അതൊക്കെയാണ്. റൈസ് ഡിഷ് എല്ലാം നല്ല ഫ്ലേവർഫുൾ ആണ്. പിന്നെ ഇവരുടെ ഒരു കിബ്ബെ ബിൽ ലബാൻ എന്ന് പറഞ്ഞിട്ടൊരു യോഗട്ട് ബേസ് സോസ് ഉണ്ടാക്കിയിട്ട്, കിബ്ബെ കണ്ടിട്ടുണ്ടോ, ഈ കട്ട്ലറ്റ് പോലെ ഇരിക്കുന്ന സംഭവമുണ്ട്, അതിടുന്നൊരു ഡിഷുണ്ട്. അതും ബോംബെ സ്റ്റൈൽ റൈസും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡിഷുകളാണ്. പിന്നെ ഇത് എനിക്ക് അറബ് യു എ അല്ല ഇവരുടെ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഫുഡിന് എല്ലാത്തിനും സവർനെസ് ഭയങ്കര ഓവർ പവറിംഗ് ആയിരിക്കും. തക്കാളി അവർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പുളി അവർക്ക് കുറച്ച് കൂടുതൽ വേണം. സ്പൈസ് ലെവൽ വേണ്ട, അതായത് എരിവ് വളരെ കുറവും പുളി കുറച്ച് മുന്നിലോട്ടായിരിക്കും എല്ലാ ഫുഡിനും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ യാത്രകൾ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ചെറിയ രീതിയിലൊക്കെ. ഇപ്പൊ എന്ന് പറയാം, ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്ന ആളായിരുന്നില്ല. ഇപ്പൊ സാഹചര്യങ്ങളെല്ലാം വരുമ്പോഴേക്കും ചെയ്യുന്നതാണ്. ഇത്ര നാളും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, ഹോട്ടൽ ലൈഫ്, തിരക്ക്. ഇപ്പൊ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആണ്. ജോലി ഉണ്ടെങ്കിൽ കൂടി കുറച്ചും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ യാത്ര ചെയ്തപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ രുചി തോന്നിയ ഒരു വിഭവം എന്താണ്? അത് ഏത് രാജ്യത്തിൻ്റെതാണ്? ഇപ്പൊ ലാസ്റ്റ് ഞാൻ പോയത് കിർഗിസ്ഥാനിലായിരുന്നു. അവർ ഒരു കോർഡെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടറ്റോയും ബീഫും ചെയ്തൊരു ഡിഷ് ഉണ്ടായി. കോർഡെക്ക് അങ്ങനെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇത് എനിക്കറിയാൻ പാടില്ല. അതാണ് എൻ്റെ ബേസിക്. ഒന്നുമില്ല, അതായത് ബീഫ് കുക്ക് ചെയ്തിട്ട് റോസ്റ്റ് പൊട്ടറ്റോയും കൂടി അവർ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അതൊരു നല്ല ഡിഷായിരുന്നു. അതുപോലെ അവരെ നമ്മൾ സമൂസ എന്ന് വിളിക്കുന്നത്, അവർ സംസ എന്നാണ് പറയുന്നത്. അത് അവർ ട്രഡീഷണൽ നമ്മളൊരു അവരുടെ ക്ലേ പൗഡർ ഉണ്ടാക്കിയിട്ട് വാങ്ങി കഴിച്ചു. അടിപൊളിയായിരുന്നു. അങ്ങനെ എന്താ പറയുക. പിന്നെ എടുത്തു വേണ്ടത് അവിടെ ഒരു എഗ് പ്ലാന്റ് സാലഡ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വഴുതനങ്ങ ജസ്റ്റ് തൊലിയ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതിനൊരു കോൺഫ്ലവറിൻ്റെ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തേക്കുന്നു. ആ സാലഡ് സൂപ്പർ സാധനമായിരുന്നു. ഞാൻ ആക്ച്വലി വഴുതനങ്ങ കഴിക്കാറില്ല. ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചെറുപ്പം പോലെ തന്നെ. അന്ന് എൻ്റെ ആ ഗൈഡ് പറഞ്ഞിട്ടാണ് ആ സാധനം മേടിച്ചത്. അതും ഒരു
സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് ഞാൻ ചെയ്യണം, റെസിപ്പി ചെയ്യണം, ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, സമയം കിട്ടില്ല ചെയ്യാൻ വേണ്ടി. ഈ നമ്മൾ ഈ സ്വാദ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സ്വാദ് തോന്നുന്ന ഡിഷ് അത് ഇൻസ്പയർഡ് ആയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു സ്വന്തം സിഗ്നേച്ചർ കുറെ ചെയ്യാറുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ. അങ്ങനെ വേണമെങ്കിൽ കുറേ ഡിഷസ് അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത് ഏഷ്യൻ ഫുഡാണ്. അതായത് ഇപ്പോൾ വിയറ്റ്നാമി, തായ്, ജാപ്പനീസ്, അതൊക്കെ എന്തോ ഒരു നമ്മളെല്ലാ ടേസ്റ്റ് ബഡ്സിനെ ബാലൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഫ്ലേവേഴ്സാണ്. അത് ഉപ്പ്, പുളി, മധുരം, എരിവ്, ഉമാമി എല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് അപ്പോൾ ഏഷ്യൻ ഫുഡ്. അപ്പോൾ അതിൽ നിന്ന് കുറേ ഫുഡ് ഞാൻ റീക്രിയേറ്റ് ചെയ്ത് അല്ല എൻ്റെ റെസിപ്പീസ് അല്ലെങ്കിൽ നമ്മൾ മെനു ചെയ്യുമ്പോൾ പോലും അതിൽ നിന്ന് കുറേ ചെയ്യാറുണ്ട്. ഈ ഓരോ രാജ്യത്തിൻ്റെയും ടേസ്റ്റ് ബഡ് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പം നമ്മളും ഇന്ത്യൻസ് നമ്മൾ ഒരുപാട് സ്പൈസസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്പൈസി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ പല രാജ്യത്ത് വരുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് മാറാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ഡിഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു മൾട്ടി കൾച്ചറൽ ഡിഷ് അങ്ങനെ എന്തെങ്കിലും? നമ്മൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു മെനു ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും നമ്മളെ പല സ്പൈസസ് ഇൻ ദ സെൻസ് എന്താ പറയുക, സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏലക്ക, പട്ട, അങ്ങനെ സംഭവങ്ങൾ എല്ലാവരും സ്പൈസസ് എന്ന് പറയുമ്പോഴേക്കും എരിവെന്നുള്ള ഇതാണ് എല്ലാവരും തോട്ട് പോകുന്നത്. ബട്ട് എരിവല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ സ്പൈസസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് പ്യൂറി ചെയ്യുമ്പോഴേക്കും കാടകം, ക്യാരറ്റ് പ്യൂറി നമ്മുടെ സ്പൈസസ് എടുത്ത് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീൻകറി ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് ഒരു ഡിഷ് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാറുണ്ട്, അത് പലവട്ടം ചെയ്തിട്ടുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻസ് വരുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇന്റേണലി നമുക്ക് ഒരു സ്പെഷ്യൽ, നമുക്ക് എന്താ പറയുക, ഒരു ചിലപ്പോൾ ഡെയിലി സ്പെഷ്യൽസ് ഉണ്ടാവും, ഷെഫ് സ്പെഷ്യൽ അല്ലെങ്കിൽ വീക്ക്ലി അങ്ങനെ പ്രൊമോഷൻസ് വരുമ്പോഴേക്കും നമ്മളെല്ലാം അന്ന് നമുക്ക് എന്താണോ ഇതായിട്ടുള്ളത് അത് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ പലവട്ടം ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു ടീം വർക്ക് ആണല്ലോ അല്ലേ? എങ്ങനെയാണ് ടീം വർക്കിനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എന്താ ഒരു വൈബ്, എന്താണ്, എങ്ങനെയാണത്? ടീമിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ആൾക്കാരോട് ഓപ്പണായിട്ട് ഇരിക്കുക, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എല്ലാവരും നമ്മളെപ്പോഴും ഒരേ മൂഡിലായിരിക്കണം നിർബന്ധമില്ല. നമ്മളെല്ലാവരും യു എയിലാണ് വർക്ക്, പുറത്താണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെന്താണ് നടക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ ഇമോഷണലി കണക്ട് ആണെങ്കിൽ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ കൊളീഗ്സുമായിട്ട് പരമാവധി ഇമോഷണലി കണക്ട് ഇരിക്കാൻ നോക്കും. അവർ സംസാരിക്കുക ഓപ്പണായിട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒച്ചയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒച്ചയെടുക്കണം, അവരെ പുഷ് ചെയ്യണം, അതും ചെയ്യാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വലിയൊരു ക്രൗഡ് വന്ന് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ആ ടൈം ഫ്രെയിമിൽ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയൊരു പോരായ്മയാണ്. ആസ് എ ഒരു പൊസിഷനിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അത് നമ്മുടെ ചുമതലയെ മാറുവാണ്. കിച്ചൺ കണ്ടിട്ടുണ്ടോ, പ്രൊഫഷണൽ കിച്ചൺ? ഞാൻ ഒരു പ്രാവശ്യം, അതായത് ഒരു എപ്പോഴും ഒരു ഷെഫ് ഉണ്ടാവും ഫ്രണ്ടിൽ, ലൈക്ക് ഓൺ ദ പാസ് എന്ന് പറയും. നമ്മൾ ഫുഡ് കൊടുക്കുന്ന പുള്ളി ആയിരിക്കും ഈ KFT അല്ലെങ്കിൽ നമ്മൾ ഓർഡർ വരുമ്പോൾ ഒന്ന് വിളിച്ച് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ പുള്ളിയുടെ ഒരു കൺട്രോളിലാണ് ഫുൾ ടീം പോകുന്നത്. പുള്ളി അവിടെ വീണാൽ അവിടെ നിൽക്കുന്ന പാസിലെ ആൾ പ്രോപ്പർ അല്ലെങ്കിൽ ടീം ആരും ഫുഡ് ഡെലിവറി ചെയ്യില്ല. അപ്പോൾ അവിടെ ആൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, കോർഡിനേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അയാളുടെ അങ്ങനെയാണ് മീൻസ് അതാ പറയുന്നത്. അപ്പോൾ ആ ടീമിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക, അങ്ങനെയാണൊരു അതിന്റെ ഒരു റുട്ടീൻ, അതിന്റെ പ്രോസസ് അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളൊരു KFT ഒരു ബീഫ് സ്റ്റേക്ക് എന്ന് നമ്മൾ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഷെഫ് എന്നുള്ള വാക്ക് പുറയുന്ന വന്നം. നമ്മൾ 2 പ്രാവശ്യം വിളിച്ചിട്ട് വന്നില്ലേ നമ്മൾ അവരോട് പറയും, അല്ലെങ്കിൽ ആ സമയത്തുള്ള പോലെ എന്താ വെച്ചാൽ വരും അറിയാം. എന്നാലും നമുക്കത് പറയാം. നമ്മൾ KFT ഇങ്ങനെ വായിച്ചു പോകുമായിരിക്കും. അപ്പോൾ അവരത് പറഞ്ഞാൽ മാത്രം നമുക്ക് അറിയാൻ പാടില്ല അവരിത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ടിക്കറ്റ് എല്ലാവരിലേക്കും കൊടുക്കില്ല. ഈ ഒരു ഓർഡർ വരുന്നത് നമ്മുടെ കയ്യിൽ മാത്രമാണ്. അവർ വർക്ക് ചെയ്യുന്നത് അവരുടെ ആ ഒരു കേട്ട ഒരു ഓർമ്മ വെച്ചിട്ടാണ്. പിന്നെ കിച്ചണിൻ്റെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേരും ഒരു ബീഫ് സ്റ്റേക്ക് കൊടുക്കുവാണ്. മീറ്റ് കുക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, സോസ് ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും, അതിന് സൈഡ് ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും. ഇവർ ഈ 3 പേരും കോർഡിനേഷൻ മസ്റ്റാണ്. ഈ സ്റ്റേക്ക് എല്ലാം പറഞ്ഞാൽ അത് കുറച്ച് ഓവർ കുക്കായാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് മെയിൻ ചെയ്യണം. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയത്തായിരിക്കണം സോസ് വരേണ്ടത്, അല്ലെങ്കിൽ സോസ് തണുത്ത് പോകും. അപ്പോൾ ഇവരുടെ ഈ കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ടീം പ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉള്ളിലുള്ള കോർഡിനേഷൻ പ്ലസ് ഇവിടുന്ന് പാസിലുള്ള കോർഡിനേഷൻ എല്ലാം മസ്റ്റാണ്. എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു സൂപ്പർവൈസർ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിൽ വർക്ക് ചെയ്യും, ചിലപ്പോൾ ബാക്കിൽ വർക്ക് ചെയ്യും. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ലൈനിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും ഒരു കോർഡിനേഷൻ നമ്മളൊരു ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. സോ അവിടെ പോകുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആണോ, എന്നാലും മാത്രമേ ഇവരെന്നെ ഇത് എന്താ പറയുന്നത് പുറത്തേക്കുന്ന ആൾക്കാർ കേട്ടിട്ട് ആ ഫുഡ് നമുക്ക് കൃത്യമായിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ലൈൻ ആളെപ്പോഴും കുറച്ച് സ്ട്രോങ് ആയിട്ട് ഹാർഡ് ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ലൈൻ കേട്ടോ. ഇത് മാറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ നന്നായ ഡിഷുകളെ കുറിച്ച് പറയാറുണ്ട്, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഫെയിലിയർ ആയ ഡിഷ് കുറേ ഉണ്ട്. അത് അങ്ങനെ ഓർമ്മ വെച്ചതൊന്നുമില്ല, ഇഷ്ടംപോലെ ഡിഷ് പോകാറുണ്ട്. നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡുകൾ പോലും ചിലപ്പോൾ അത് എപ്പോഴും ഓക്കെ വരുന്നില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു ഡിഷ് 1000 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ദിവസം ഉണ്ടാക്കുമ്പോഴേക്കും ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്.
എന്തോ അതെല്ലാം ഒരു പരീക്ഷണമാണ്. ഈ അങ്ങനെ ഏതെങ്കിലും ഈ പ്രൊഫഷണൽ ടൈം, അതായത് ഒരു ഗസ്റ്റിനെ ഇരുത്തിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഫെയിലിയർ ആയിട്ട് ഈ മീറ്റിന്റെ കാര്യമൊക്കെ, മീറ്റ് ചിലപ്പോൾ ആൾക്കാരുടെ മെന്റാലിറ്റിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരാളൊരു മീഡിയം സ്റ്റേക്ക് എന്ന് പറയുമ്പോഴേക്കും അയാളുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാവും, ഞാൻ ഈ ഒരു ടെമ്പറേച്ചറാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ് 15 കുറച്ചും ഓവറായിരിക്കും, അല്ലെങ്കിൽ അണ്ടറിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കേട്ടോ. അത് ഒരുപാടൊന്നും അല്ല, അത് ഓർമ്മ വെക്കാനൊന്നും കുറേ ഉണ്ട്. ഈ കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം. ഞാനത് പറഞ്ഞല്ലോ, നമുക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ എന്ത് കഴിച്ചാലും ടേസ്റ്റ് ആയിരിക്കും, അല്ലേ? അങ്ങനെയല്ലേ? എന്ത് കഴിച്ചാലും നമ്മൾ പറയും വെള്ളം കുടിച്ചാലും അതിനും രുചിയുണ്ട്. അത് ജസ്റ്റ് ചോറിനകത്ത് ഉപ്പിട്ട് നമ്മൾ കഴിച്ചാൽ പോലും നമുക്കത് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ എങ്ങനെയാണോ കടന്നു പോകുന്നത് ആ സിറ്റുവേഷനിലാണ് ആ മാറ്റർ ചെയ്യുന്നത്. നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ്. നമ്മൾ അങ്ങനെയാണല്ലോ പൊതുവെ പറയാറ്. നെയ്യ് ഒഴിക്കട്ടെ? ഒഴിച്ചോളൂ. ഒഴിച്ചു കഴിഞ്ഞു. അപ്പൊ നല്ല ചോറ്, നെയ്യ്, പരിപ്പ്, ഇനി അതിലേക്ക് കുറച്ച് പപ്പടം കൂടി ഇടാം. ഇതൊന്ന് കഴിക്കട്ടെ. നെയ്യുടെ സ്വാദ്, നെയ്യുടെ മണം. നെയ്യ് ശരിക്കും ഇവിടെ ഉണ്ടാക്കിയതല്ല, എല്ലാം കൂടെ. അതും ആവി പറക്കുന്ന ചോറ്. തീർച്ചയായിട്ടും എല്ലാം അതിഗംഭീരമായിട്ടുണ്ട്. സത്യം അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. എനിക്ക് ഫുൾ സംസാരിക്കാൻ തന്നെ കഴിക്കാൻ തോന്നുന്നു, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. കാരണം അത്രയും, അതുകൊണ്ടാണ് നമ്മൾ ഷെഫിന് നമ്മൾ പറയാറുണ്ടല്ലോ, പൊതുവേ നമുക്ക് ഭയങ്കര കൈപ്പുണ്യം ഉണ്ടാവണം അങ്ങനെയുള്ള സ്ഥലം. നന്നായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും കൈപ്പുണ്യമല്ല, ട്രെയിൻഡ് ആണെന്ന് പറയും. ഞാനൊരു ട്രെയിൻഡ് ഷെഫാണ്, അത് ഞാൻ പഠിച്ചതാണ്. അല്ലാതെ എനിക്ക് കൈപ്പുണ്യം എന്ന സംഭവം എനിക്കില്ല. ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആരാണ് ലൈഫിൽ? അങ്ങനെ നേരിട്ടല്ല, ഒരു പരിധി വരെ ഞാൻ കുക്കിംഗ് അല്ലെങ്കിൽ ഈ ഹോട്ട് കിച്ചണിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ, ബുച്ചറിൽ നിന്ന് മാറി കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും എങ്ങനെയെങ്കിലും പഠിക്കണം, ഇത് പഠിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പരമാവധി സോഷ്യൽ മീഡിയ, യൂട്യൂബ് ആണെങ്കിൽ കുറേ വീഡിയോസ് ഫോളോ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഗോർഡൻ റാംസി മിക്കവാറും കേട്ടിട്ടുണ്ടാവും, ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഷെഫാണ്. പുള്ളിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. പുള്ളിയുടെ കുറേ റെസിപ്പീസ്, പുള്ളിയുടെ സ്റ്റൈല് പുള്ളി ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ആളായിരുന്നു. പുള്ളിനെ ഫോളോ ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളിനെ ഫോളോ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് പുള്ളിനേക്കാളും സൂപ്പറായിട്ടുള്ള പുള്ളി ആസാനുള്ളത്. മാക്കോപ്പിയായിട്ടാണ് പുള്ളിയുടെ പേര്. പുള്ളിനെ കുറേ നാൾ ഫോളോ ചെയ്ത്, കുറേ നാളാണ്. ഇപ്പോഴും പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷെഫാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്കോപ്പിയായിട്ട്. അപ്പോൾ ഭയങ്കര ഒരു മിഷൻ സ്റ്റാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, പുള്ളി ആ സമയത്ത്, അത് പുള്ളി ഒരു 24-25 3 മിഷനിലായിരുന്നു. ആഫ്റ്റർ ഒരു 10 വർഷത്തെ കണ്ടിന്യൂസ് മിഷനിൽ കിട്ടിയതിന് ശേഷം പുള്ളി അത് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത ആളാണ്. മീൻസ് പുള്ളി പറയുന്നത് മിഷൻ സ്റ്റാർ അല്ലെങ്കിൽ മിഷനിൽ ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് എടുക്കണം, ഭയങ്കര സ്ട്രെയിൻ ആണെന്ന് പറയുന്നത്. കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതുണ്ടാകത്തില്ല ഇതിൻ്റെ പുറകെ നടക്കുമ്പോഴേക്കും. കുക്ക് ചെയ്യുക എന്നുള്ളതൊരു, നമ്മളെന്താ പറയുന്നത്, ഒരു സെൽഫായിട്ട് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന രീതിയിൽ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. പാഷൻ ഒരു ഹോബി, അല്ലെങ്കിൽ നമുക്ക് ഒരു അവധി ദിവസം ഞാൻ വെറുതെ ഇരിക്കണേക്കാളും നല്ലതാണ് നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ. എനിക്ക് വെറുതെ ഇരിക്കണേക്കാളും ഇഷ്ടം നല്ല ഫുഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ മീൻ വെട്ടി നല്ലൊരു മീൻ കറി ഉണ്ടാക്കി ചോറ് കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതാണ് ഇഷ്ടം. അപ്പം ഈ ഓണവും ഇവിടെ തന്നെയാണ്, നാട്ടിലേക്കൊന്നുമില്ല. അപ്പം ഈ ഓണത്തിനും എന്തെങ്കിലും സ്പെഷ്യൽ? ഇപ്പോൾ ഹോളിഡേ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? ഹോളിഡേ ഇല്ല, അപ്പൊ പിന്നെ ഇത് തന്നെയാണ് സദ്യ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രയും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ആംഗ്രി ഷെഫ് എന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷേ പുള്ളി ഭയങ്കര സൗമ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഷെഫിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് സദ്യ കഴിക്കാൻ പറ്റിയെന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സ്വാദേറിയ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി. ഈ ഒരു തിരക്കേറിയ സമയത്ത് നമുക്ക് വേണ്ടി ഇത്ര നേരം എടുത്ത് ഇത്രയും ഡിഷസ് ഉണ്ടാക്കി തന്നു. സോ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഇനിയും നല്ല നല്ല ഡിഷസ് ഉണ്ടാക്കിയിട്ട് വിളിക്കണം. ഡെഫിനറ്റ്ലി ഐ വിൽ കം ആൻഡ് ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷം. ഓണാശംസകൾ നേരുന്നു താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.